ലക്ഷദ്വീപിൽ വൻകിട വികസന പദ്ധതിയുടെ മറവിൽ സർക്കാർ ഓഫീസുകളടക്കം പൊളിച്ചു നീക്കി ദ്വീപ് ഭരണകൂടം. അഗത്തി ദ്വീപിലെ പഞ്ചായത്ത് ഓഫീസടക്കം 13 കെട്ടിടങ്ങൾ പൊളിച്ചു. പ്രദേശത്തെ വീടുകളും പൊളിച്ചു നീക്കിയേക്കുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. നിയമപരമായി നേരിടുമെന്ന് കോൺഗ്രസ് NCP പാർട്ടികൾ അറിയിച്ചു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. അഗത്തിയിലെ വെസ്റ്റേൺ ബോട്ട് ജെട്ടിയോട് ചേർന്ന കച്ചേരി പ്രദേശത്താണ് പുതിയ കെട്ടിടങ്ങളടക്കം നിരവധി ഓഫീസുകൾ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കിയത്. കൂട്ടത്തിൽ 2017 ഉദ്ഘാടനം ചെയ്ത അഗത്തി ദ്വീപ് പഞ്ചായത്ത് ഓഫീസും ഉൾപ്പെടും. പ്രഫുൽ കോട പട്ടേൽ അഡ്മിനിസ്ട്രേറ്ററായി ചുമതലയേറ്റ ശേഷം ലക്ഷദ്വീപിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ നടത്തിയിരുന്നില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പഞ്ചായത്ത് ഓഫീസ് തന്നെ പൊളിച്ചു മാറ്റിയത്. അഗത്തിയിൽ മാത്രം ചൈൽഡ് ആൻഡ് വുമൺ വെൽഫെയർ ഓഫീസ്, 2 അരി ഗോഡൌണുകൾ, പഴയ PWD സ്റ്റോർ, പുതിയ സ്റ്റോർ, PWD അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസ്, പോസ്റ്റ് ഓഫീസ്, പോർട്ട് ഓഫീസ്, പാസഞ്ചർ ലോഡ്ജ് തുടങ്ങി 13 കെട്ടിടങ്ങൾ മുന്നറിയിപ്പില്ലാതെ പൊളിച്ചു മാറ്റുകയായിരുന്നു. പ്രദേശത്ത് സിറ്റി സെന്റർ സമുച്ചയം നിർമ്മിക്കുന്നതിന്റെ മറവിലാണ് കേന്ദ്ര സർക്കാരിന്റെ അസ്വാഭാവിക നടപടി. ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസ് തന്നെ പൊളിച്ചു മാറ്റിയിരിക്കുന്നത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച പൊളിച്ചു മാറ്റുമ്പോൾ ശനിയും ഞായറും കേരളത്തിലെ കോടതികളെയാണ് ഈ ജനങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുക. അന്ന് കോടതി ലീവാണ്. അത് കണ്ടുകൊണ്ട് ഇവിടെ മാത്രമല്ല, കവരത്തിയിൽ നേരത്തെ ബിൽഡിങ്ങുകൾ പൊളിച്ചിട്ടുള്ളത് ഈ പർട്ടിക്കുലർ ഡേ തെരഞ്ഞെടുത്തുകൊണ്ടാണ്. ആ തെരഞ്ഞെടുക്കുമ്പോൾ നമുക്കൊരിക്കലും നിയമ പോരാട്ടത്തിന് പോകുവാനുള്ള വഴികൾ അടച്ചുകൊണ്ടാണ് ഗവൺമെന്റ് ഒരു ദുരൂഹമായ മാർഗത്തിലൂടെയാണ് ലക്ഷദ്വീപ് ഭരണകൂടം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പുതുതായി നവീകരിച്ച അഗത്തി സൗത്ത് SB സ്കൂൾ നേരത്തെ അടച്ചുപൂട്ടിയിരുന്നു. പൊളിച്ചു കളയുന്ന സ്ഥാപനങ്ങൾ പലതിനും പകരം സംവിധാനം ഒരുക്കിയിട്ടില്ല. പ്രശ്നത്തെ ജനകീയമായി ചെറുക്കുമെന്ന് പൊതുപ്രവർത്തകർ പറഞ്ഞു. ഏത് രീതിക്കായാലും ഇത് ശക്തമായ രീതിയിൽ പാർട്ടി എല്ലാ പ്രവർത്തകരെയും അതുപോലെ എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് നിന്നുകൊണ്ട് സംഘടിതമായിട്ടുള്ള ഒരു ലീഗലായിട്ട് സമരങ്ങളിലേക്ക് തീർച്ചയായിട്ടും പോകാൻ തന്നെയാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. ദ്വീപിലെത്തുന്ന വിനോദസഞ്ചാരികൾ സ്ഥിരം സന്ദർശിക്കാറുള്ള ഗോൾഡൻ ജൂബിലി മ്യൂസിയവും ലൈബ്രറിയും അടങ്ങുന്ന കെട്ടിടവും പൊളിച്ചു തുടങ്ങിയിട്ടുണ്ട്. താൽക്കാലികമായി അടച്ചിടുന്നു എന്ന് മാത്രമാണ് വിശദീകരണം. അഗത്തിയിലെ പഞ്ചായത്ത് ഓഫീസിന്റെ ഇപ്പോഴത്തെ കാഴ്ചയാണിത്. ഈ പ്രദേശത്ത് മാത്രം 13ഓളം കെട്ടിടങ്ങളാണ് സമീപകാലത്തായി പൊളിച്ചു മാറ്റിയത്. എല്ലാം ജനങ്ങൾ നിത്യവും അവരുടെ ആവശ്യങ്ങൾക്കായി കയറിയിറങ്ങുന്ന കെട്ടിടങ്ങൾ. അഗത്തിയിൽ നിന്ന് മുജീബ് റഹ്മാൻ, മീഡിയ വൺ.